സംഭവിച്ചത് നമ്മുടെ നാട്ടിൽ നടക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ്. കുട്ടിയുടെ വലിയമ്മത്തള്ള ഉറങ്ങിക്കിടന്ന കുട്ടിയെ എടുത്ത് കിണറ്റിൽ കൊണ്ടിട്ടു. കുഞ്ഞിനെ 1 വയസ്സായിട്ടുള്ളൊരു കുഞ്ഞിന്റെ കുഞ്ഞമ്മ കിണറ്റിനകത്തെടുത്ത് ഇട്ടു എന്നുള്ളതാണ് പ്രശ്നം. ഉറങ്ങിക്കിടന്ന 1.5 വയസ്സുകാരനെ കിണറ്റിലെറിഞ്ഞു കൊന്നു. ഉറിയാക്കോട് സൈമൺ റോഡിൽ അങ്കനവാടിക്ക് സമീപം വാടകയ്ക്ക് താമസിക്കുന്ന സിന്ധുവിന്റെ ഉറങ്ങിക്കിടന്ന മകൻ അനന്തുവിനെയാണ് സിന്ധുവിന്റെ അനുജത്തി മഞ്ജു വീട്ടുമുറ്റത്ത് കിണറ്റിലിട്ട് കൊന്നത്. ഇന്നു രാവിലെ 11:15 സംഭവം. കുഞ്ഞിനെ കിണറ്റിലിട്ട ശേഷം ഈ വിവരം മഞ്ജു തന്നെ സമീപത്തെ തൊഴിലുറപ്പ് തൊഴിലാളികളോട് പറയുകയായിരുന്നു. ഞാൻ തുണി നനയ്ക്കായിരുന്നേ എന്റെ അച്ഛോ. അയ്യോ അത് സുഖമില്ലാത്ത കൊച്ചാണ്. എനിക്ക് അയ്യേ അയ്യോ അയ്യോ ഇല്ല അങ്ങനൊന്നും ചെയ്തില്ല. അയ്യോ പറയുമായിരുന്നു വാന്നൊക്കെ പറയൂ എന്നാ അങ്ങനെ ചെയ്യുമെന്ന് വെച്ചില്ലപ്പേ. അയ്യോ. വിളപ്പിൽശാല പോലീസിന്റെ സാന്നിധ്യത്തിൽ കാട്ടാക്കടയിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് കുഞ്ഞിനെ കിണറ്റിൽ നിന്ന് പുറത്തെടുത്ത് പോലീസ് വാഹനത്തിൽ വെള്ളനാട് ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പുഴയ്ക്കും മരണം സംഭവിച്ചിരുന്നു. ശരിക്കും ഒരു കുഞ്ഞിനെ 1 വയസ്സായിട്ടുള്ളൊരു കുഞ്ഞിന്റെ കുഞ്ഞമ്മ കിണറ്റിനകത്തെടുത്ത് ഇട്ടു എന്നുള്ളതാണ് പ്രശ്നം. അവർക്ക് മെന്റലി അല്പം ബുദ്ധിമുട്ടുള്ള ലേഡിയാണ്. അപ്പോൾ അവർ കുഞ്ഞിനെ എടുത്ത് കിണറ്റിലിട്ടിട്ട് താഴെ തൊഴിലുറപ്പ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരോടാ പോയി പറഞ്ഞത് ഇങ്ങനെ കുഞ്ഞിനെ ഞാൻ എടുത്ത് കിണറ്റിലിട്ടു എന്ന് പറഞ്ഞാൽ. അവർ ആദ്യം വിശ്വസിച്ചില്ല. എന്നാലും പെട്ടെന്ന് ഓടി വന്ന് നോക്കിയപ്പോഴത്തേക്ക് പറഞ്ഞ സത്യമായിരുന്നു എന്നുള്ളതാണ്. പിന്നെ ഫയർഫോഴ്സിനെയൊക്കെ വിളിച്ചു. സംഭവം നടക്കുന്ന സമയത്ത് ഞാനില്ല, കാട്ടാക്കടയിലായിരുന്നു. ഇവിടെ എത്തിയപ്പോഴേക്കും ഫയർഫോഴ്സ് വന്ന് കുഞ്ഞിന്റെ ബോഡി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേ കുഞ്ഞിന്റെ ഡെത്തായിരുന്നു. അപ്പം ഇൻക്വസ്റ്റിന് വേണ്ടിയിട്ട് വെയിറ്റിംഗിലാണ്. മെന്റലി ബുദ്ധിമുട്ടുണ്ട് ചേച്ചി, കുറച്ച് വർഷമായിട്ടുണ്ട്. പക്ഷേ കുഞ്ഞിനിപ്പോൾ ഏകദേശം 1 വയസ്സ് കഴിഞ്ഞു. എന്നിട്ട് ഈ ഒരു വർഷത്തിനിടയ്ക്ക് കുഞ്ഞിന് വേറെ ഉപദ്രവവും അങ്ങനെ സുഖമില്ലായ്മയുടെ ഒരു ലക്ഷണങ്ങളും കുഞ്ഞിനോടൊന്നും കാണിച്ചിട്ടൊന്നുമില്ല. നാട്ടുകാരോടും അങ്ങനെയാണ്, വേറെ പ്രശ്നത്തിനൊന്നും ആൾ പോകാറില്ല. വെറുതെ ഇങ്ങനെ നടക്കും, എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ട് പോവും. എന്തെങ്കിലും അല്ലാതെ സംസാരിച്ച് തീർക്കുന്നതിനപ്പുറത്ത് ഇങ്ങനെ ഒരു മൈൻഡ് കാണിച്ചിട്ടില്ല ആള്. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ആളെക്കുറിച്ച് ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നത്. കുഞ്ഞിനെ ഉറക്കിയ ശേഷം മാതാവ് സിന്ധു വീടിന് പുറകുവശത്ത് തുണി അലക്കുന്നതിനിടയിലായിരുന്നു സംഭവം. മഞ്ജു കഴിഞ്ഞ 11 വർഷമായി മാനസികമായ ചികിത്സ തേടുന്ന ആളാണെന്ന് വിളപ്പിൽശാല പോലീസ് പറഞ്ഞു. ഇവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. നേരത്തെ പോലീസിനോട് പ്രതി പറഞ്ഞത് 3 മാസത്തിന് മുമ്പേ ഈ കുഞ്ഞിനെ എടുത്ത് കൊല്ലാനായിട്ട് ശ്രമിച്ചിരുന്നു, അന്ന് നടന്നില്ല. ഇന്നാണ് എനിക്ക് നടക്കാൻ പറ്റിയത് എന്നൊക്കെ പറഞ്ഞിരുന്നു. കാരണം പറയുന്നില്ല. കാരണം എന്തോ ഒരു വൈരാഗ്യം പോലെയാണ്. തൊഴിലുറപ്പ് ഒരു 1/2 കിലോമീറ്ററേ ഉള്ളൂ. അവിടെ പോയാണ് ചെന്ന് പറഞ്ഞത്. പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങനെ കൊച്ചിനെ എടുത്ത് കിണറ്റിലിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ തൊഴിലുറപ്പ് ചെന്ന് പറഞ്ഞാണ്. തൊഴിലുറപ്പ് തൊഴിലാളികൾ നാട്ടുകാരെയും വീട്ടുകാരെയൊക്കെ അറിയിച്ചാണ് കിണറ്റിൽ വന്ന് നോക്കിയപ്പോൾ ശരി തന്നെ. മഞ്ജുവിനെ വിവാഹം ചെയ്ത ശേഷം ശ്രീകണ്ഠൻ സിന്ധുവിനെയും ഭാര്യയായി സ്വീകരിക്കുകയായിരുന്നു. സിന്ധുവിന്റെ വിവാഹം കഴിഞ്ഞ് 5 മാസം തികയുന്നതിന് മുമ്പ് ഭർത്താവ് ഉപേക്ഷിച്ചു പോയിരുന്നു. ശ്രീകണ്ഠന് സിന്ധുവിൽ മരിച്ച കുട്ടിയുൾപ്പെടെ 3 പേരുണ്ട്. അനന്തുവിന്റെ മൃതദേഹം പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ടൈം വി ന്യൂസ്, കാട്ടാക്കട.